പാലക്കാട് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവിന്റെ ഓഡിയോ സന്ദേശം. സംഭവം പാലക്കാട് തൃത്താല ഒതളൂരിലാണ്. ഭർത്താവ് മുരളീധരൻ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത്. ഭാര്യ ഉഷ നന്ദിനി ഒരാഴ്ചയായി കിടപ്പിലായിരുന്നു. അജിത് ബാബുണ്ട്. അജിത്ത്, ഈ ഓഡിയോ സന്ദേശത്തിൽ എന്താണ് പറയുന്നത്? ഈ കുടുംബ ഗ്രൂപ്പിലെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്, വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല, ഉഷയെ താൻ കൊന്നു, അതിന്റെ പേരിലുള്ള ഏത് ശിക്ഷയാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഭർത്താവ് മുരളീധരനെ തൃത്താല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇയാളോട് ചോദിച്ചറിയുകയാണ്. ഏതാണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്. പക്ഷെ അതിന്റെ പശ്ചാത്തലം അടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഒരാഴ്ചയായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ തളർന്ന് കിടപ്പിലായിരുന്നു. ആ സാഹചര്യമാണോ എന്താണ്? നമുക്ക് ആ ഓഡിയോ സന്ദേശം ലഭ്യമാണ്. അത് കേട്ടിട്ട് ഞാൻ വീണ്ടും അജിത്തിലേക്ക് വരാം. ഉഷ മരിച്ചു, ഉഷനെ ഞാൻ കൊന്നു, എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല. അത് ഞാൻ ചെയ്തു. അതിന് എന്ത് ശിക്ഷ വന്നാലും ഞാൻ ഉപയോഗിക്കാൻ കഴിയാം. അജിത്ത്, ഉഷ മരിച്ചു, ഉഷയെ കൊന്നു, അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും താൻ അനുഭവിക്കാമെന്നാണ് ഭർത്താവിന്റെ ഓഡിയോ സന്ദേശം. ഇത് ഈ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു, ഇപ്പോൾ കിടപ്പിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രകോപനം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. പോലീസ് നടപടി എങ്ങനെയാണ്? സേതു, പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു വൈകാരികമായ ഓഡിയോ സന്ദേശമാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബന്ധുക്കളോടക്കം സംസാരിക്കുമ്പോൾ കുടുംബ പ്രശ്നങ്ങളുടെ കാര്യമടക്കം അത് അങ്ങനെ കൃത്യമായ കാരണങ്ങളൊന്നും പറയുന്നില്ല. ഏതാണെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. നിലവിൽ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് ഉള്ള കാര്യം അറിയില്ല. പക്ഷെ അത് പോലീസ് ഇനി കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിൽ വേണമെങ്കിലും താൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഇത്തരത്തിൽ ആരെയും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഓഡിയോ സന്ദേശം ഇടുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. ഏതാണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി അജിത്ത്, വ്യക്തമാണ്.